கேரளாவும் எங்க பக்கத்துல இருக்கக்கூடிய கேரளாவும் அதே பிரச்சனை தான். ஆமா, நீங்க ரெண்டு கையும் விரிச்சு காட்டுறீங்க, அதே நிலைமை தான். விரிச்சுட்டாங்க, கையை விரிச்சுட்டாங்க. சென்ட்ரல் யூனியன் கவர்மெண்ட் நம்மளை பார்த்து கையை விரிக்கிறாங்க, அதே நிலைமை தான். விரிச்சுட்டாங்க, கையை விரிச்சுட்டாங்க. സെൻട്രൽ യൂണിയൻ ഗവൺമെന്റ് നമ്മളെ പാത്ത് കയ്യെ വിരിക്கிறாங்க. ഒരുത്തൻ അപകടം പറ്റി ആസ്പത്രിക്ക് എടുക്കുമ്പോഴല്ല ചെറ്റവർത്താനം പോരല്ലേ മനസ്സിൽ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ. അതായത് കേരളത്തെ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലുള്ള നേതാക്കളും ജനപ്രതിനിധികളുമുള്ള BJPയുടെ സുരേഷ് ഗോപി സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നൊരു ഏപ്രിൽ മെയ് സമയത്താണ് ഇലക്ഷനും കാര്യങ്ങളും ഒക്കെ. അദ്ദേഹം ഒന്ന് ജയിച്ച് കാണട്ടെ എന്ന് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചൊരു മനുഷ്യനാണ് ഞാൻ. അന്ന് എൻ്റെ ഒരു സ്റ്റാറ്റസ് അതായിരുന്നു, അദ്ദേഹം ജയിച്ച് കഴിഞ്ഞ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു പടമുണ്ട്, FIR എന്ന് പറയുന്നത്. അതിനകത്തൊരു സൈസ് ഒരു ബുള്ളറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അതെടുത്ത് വെച്ചിട്ട് അദ്ദേഹം ഇങ്ങനെ പോക്കറ്റിലിട്ട് കൊണ്ടുപോകുന്നൊരു സീനുണ്ടല്ലോ. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മണിമുറ്റത്താവണിപ്പന്തൽ പാട്ടൊക്കെ ആയിരുന്നു. ഓക്കെ, എൻ്റെ സ്റ്റാറ്റസ് അതായിരുന്നു. കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനത്തിരിക്കുന്ന ഞാനാണ് ഈ സ്റ്റാറ്റസ് ഇട്ടത്. ഓക്കെ, കുറച്ച് ആൾക്കാരൊക്കെ ചോദിച്ചു ഡാനി എന്താ ഇതിട്ടേന്ന്. എന്താണെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഒരാഗ്രഹമാണ് ഇദ്ദേഹം ജയിച്ച് വരണമെന്നുള്ള ഒരു ആഗ്രഹം. ഓക്കെ, നമ്മൾ പണ്ടോട്ടേ കാണുന്ന ഇയാൾ ചാരിറ്റി ചെയ്യുന്നതും പിന്നെ എൻ്റെ സ്കൂളിലെ ഗസ്റ്റായിട്ടൊക്കെ ഇദ്ദേഹമായിരുന്നു പണ്ട് കാലത്ത് വന്നിട്ടൊക്കെ ഉള്ളത്. ഓക്കെ, ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ജീവനാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു കംബാക്ക് ഒരു പടം ഉണ്ടായിരുന്നു, കനൽ എന്ന് പറയുന്ന പടം ഞാനിരുന്ന് കണ്ട് റിവ്യൂ എല്ലാം ഭയങ്കര പോസിറ്റീവ് റിവ്യൂവും കാര്യങ്ങളായിരുന്നു. പക്ഷേ പടം എനിക്ക് 1.25 മണിക്കൂറും ലാഗായിട്ടാണ് ആക്ച്വലി ഫീൽ ചെയ്തത്. പക്ഷേ ആ ഒരു പുള്ളിയുടെ ആ ഒരു നടത്തം, പുള്ളിയുടെ അഭിനയം കാണാൻ കോരിത്തരിച്ച് ഏത് പടം ഇറങ്ങിയാലും ഞാൻ പോയി കാണും. ആ പുള്ളി ഞാനിപ്പോൾ ശരിക്കും വെറുത്തു പോകുന്നൊരു അവസ്ഥ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം പുള്ളിയുടെ പ്രവൃത്തി, ആ വയനാട് ഇഷ്യൂ സംബന്ധമായിട്ട് അന്ന് വന്ന് തന്നെ കണ്ണാടിയൊക്കെ വെച്ചുകൊണ്ടൊക്കെയാണ് പുള്ളി വന്നത്. ഞാനാണെല്ലാം തികഞ്ഞെന്നുള്ളൊരു ഭാവത്തോടൊക്കെയാണ് പുള്ളിയുടെ വരവും കാര്യങ്ങളൊക്കെ. സത്യമാണ്, അധികാരം കിട്ടിക്കഴിഞ്ഞാൽ മനുഷ്യൻ മാറുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. അത് കണ്ടറിയാൻ കഴിഞ്ഞ ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഇദ്ദേഹം. ഇപ്പോഴത്തെ ചർച്ചാ വിഷയം ഇതൊന്നുമല്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ കന്നിമൊഴി തൂത്തുക്കുടി MP അങ്ങ് പാർലമെൻറ്റിൽ വെച്ചിട്ടുള്ള ചെറിയൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വയനാട് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അവരവിടെ തുറന്നടിച്ച് പറയാൻ നോക്കിയപ്പോൾ നമ്മുടെ സുരേഷ് ഗോപി ഇങ്ങനെ അറിയാലോ മണിമുറ്റത്താവണിപ്പന്തൽ പുള്ളി ഇപ്പോഴും അത് വിട്ട് കളിച്ചിട്ടില്ല. ഞാൻ ആലോചിക്കുന്നത് നിങ്ങളുടെ സർക്കാർ എന്തെങ്കിലും തരുന്നുണ്ടോ ഇവിടെ? ഇല്ല. വയനാട്ടിലേക്കാണെങ്കിലും 2018 ചിലവാക്കിയ പൈസ ഇവിടുത്തെ കേരള മുഖ്യമന്ത്രി അങ്ങോട്ട് അയച്ചു കൊടുക്കണമെന്നാണ് പറയുന്നത്. അത് കുറേയൊക്കെ അവർ കൊടുത്തു തീർക്കുകയും ചെയ്തു. സത്യം പറഞ്ഞാൽ ഈ ന്യൂസിൽ പറയുന്ന ഭയങ്കര കറക്റ്റ് കാര്യമാണ്. ഈ അംബാസിഡർ എന്ന് പറയത്തില്ലേ, മോദിയുടെ അംബാസിഡറാണ് ഇങ്ങനെ. സത്യം പറഞ്ഞാൽ മാലിം കടിച്ച് നടക്കാന്ന് പറയത്തില്ലേ. എന്തായാലും ഞാൻ ആ ഒരു വീഡിയോ ഞാനിവിടെ വെച്ച് തരാം, ആ മേഡം സംസാരിക്കുന്നതും അണ്ണൻ്റെ ആക്ഷനും കാര്യങ്ങളും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. മുന്നേറിയ மாநிலமாக இருக்கக்கூடிய காரணத்தாலேயே மக்களை பற்றி கவலைப்படக்கூடிய மாநிலமாக இருக்கக்கூடிய காரணத்தாலேயே நாங்கள் தொடர்ந்து நல்லாட்சி செய்து கொண்டிருக்கக்கூடிய காரணத்தாலேயே நாங்கள் மிகப்பெரிய அளவிலே தொடர்ந்து பாதிக்கப்பட்டு கொண்டிருக்கிறோம், வஞ்சிக்கப்படுகிறோம். கேரளாவும் எங்க பக்கத்துல இருக்கக்கூடிய கேரளாவும் அதே பிரச்சனை தான். ஆமா, நீங்க ரெண்டு கையும் விரிச்சு காட்டுறீங்க, அதே நிலைமை தான். விரிச்சுட்டாங்க, கையை விரிச்சுட்டாங்க. സെൻട്രൽ യൂണിയൻ ഗവൺമെന്റ് നമ്മളെ പാത്ത് കയ്യെ വിരിക്கிறாங்க. കേരളത്തിന് വേണ്ടി, വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് വേണ്ടി ആത്മാർത്ഥമായി തമിഴ്നാട് MP ഇടപെടുമ്പോൾ അവർക്കു നേരെ കഥകളി മുദ്ര കാട്ടുകയാണ് തൃശൂരിന്റെ MP ചെയ്തതെന്ന് രാജ്യസഭാ MP ഡോക്ടർ ജോൺ ബ്രിട്ടാസ് വിമർശിച്ചതോടെയാണ് ഈ സംഭവം വലിയ ചർച്ചകൾക്ക് വഴി തുറന്നത്. ഒരു BJP MP കഴിഞ്ഞ ദിവസം നമ്മുടെ സംസ്ഥാനത്തെ MP അല്ലെങ്കിൽ പോലും തമിഴ്നാട്ടിലെ MP വയനാടിനെ മുൻനിർത്തിയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കഥകളി പദങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ. അതായത് കേരളത്തെ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലുള്ള നേതാക്കളും ജനപ്രതിനിധികളുമുള്ള BJPയുടെ ഭാഗത്തു നിന്ന് പ്രത്യേകിച്ച് എന്തെങ്കിലും നല്ലത് വരുമെന്ന് ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല. മുണ്ടക്കൈ ചൂരൽമല ദുരന്തമുണ്ടായിട്ട് 4 മാസം പിന്നിട്ടിട്ടും 1 രൂപ പോലും അനുവദിക്കാൻ മോദി സർക്കാർ തയ്യാറായിട്ടില്ല. മാത്രമല്ല, സംസ്ഥാനത്തുണ്ടായ പ്രളയം മുതൽ വയനാട് ദുരന്തം വരെയുള്ള ഘട്ടങ്ങളിൽ കേരളത്തിന് കേന്ദ്രം നൽകിയ എയർലിഫ്റ്റ് സേവനത്തിന് 132.62 കോടി തിരിച്ചടയ്ക്കാൻ ഡിസംബർ 14 നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 2018 പ്രളയകാലത്ത് കേരളത്തിന് നൽകിയ അരിയുടെ വിലയായി 205.81 കോടി തിരിച്ചടയ്ക്കാൻ 2022 നിർദ്ദേശം നൽകുകയും സംസ്ഥാന സർക്കാർ ആ കടം വീട്ടുകയും ചെയ്തിരുന്നു. കേരളത്തിലെ ജനങ്ങളുടെ നികുതി വിഹിതം
ഭംഗിയായി കൈപ്പറ്റുന്ന കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ സഹായിക്കുക എന്നത് സ്വാഭാവിക പ്രക്രിയ മാത്രമാണ്. എന്നാൽ കേരളം ഇടതുപക്ഷം ഭരിക്കുകയും തങ്ങൾക്ക് ശക്തിയില്ലാത്ത മണ്ണെന്നുമുള്ള കാരണത്താൽ നിരന്തരം അവഗണിക്കുന്ന ദ്രോഹിക്കുന്ന നിലപാടാണ് മോദി സർക്കാരിന്. കേന്ദ്ര സർക്കാരിന്റെ ഈ നിലപാടിനെ തിരുത്താൻ തയ്യാറാവേണ്ട ഉത്തരവാദിത്വം മലയാളിയായ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കാണിക്കേണ്ടതുണ്ട്. എന്നാൽ വയനാടിനും കേരളത്തിനും വേണ്ടി അദ്ദേഹം സംസാരിക്കാൻ തയ്യാറാവുന്നില്ലെന്ന് മാത്രമല്ല, അതു ചെയ്യുന്നവരെ കഥകളി മുദ്രകാട്ടി കളിയാക്കുകയാണ്. സ്വഭാവത്തിലും സംസാരത്തിലും ഏത് ശൈലി സ്വീകരിക്കണമെന്നത് സുരേഷ് ഗോപിയുടെ വ്യക്തിപരമായ തീരുമാനമാണ്. അദ്ദേഹത്തിന് അതിനുള്ള സ്വാതന്ത്ര്യവുമുണ്ട്. എന്നാൽ താൻ സിനിമയിൽ ചെയ്ത സൂപ്പർ കഥാപാത്രത്തിന്റെ ധാർഷ്ട്യം ഇവിടുത്തെ സാധാരണക്കാരോടും മാധ്യമങ്ങളോടും കാണിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ പെരുമാറ്റ രീതി. സാധാരണക്കാരെയും മാധ്യമപ്രവർത്തകരെയും പിടിച്ചു തള്ളുന്നതും ഒരു മാധ്യമപ്രവർത്തകയുടെ ശരീരത്തിൽ അനുവാദമില്ലാതെ സ്പർശിച്ച് അശ്ലീല ചുവയോട് സംസാരിച്ചതും ഇന്നാട്ടിലെ ജനങ്ങൾ മറന്നിട്ടില്ല. അത് തെറ്റെന്ന് മാത്രമല്ല, ഒരു പൊതുപ്രവർത്തകനാകാനുള്ള അടിസ്ഥാന യോഗ്യത പോലും കേന്ദ്ര സഹമന്ത്രിക്ക് ഇല്ലെന്ന് തെളിയിക്കുന്നതുമാണ്. തൃശ്ശൂർക്കാരോട് എനിക്കിപ്പോൾ സഹതാപം മാത്രമേ ഉള്ളൂ. നിങ്ങളെപ്പോലെ തന്നെ ചിന്തിച്ച ഒരാളാണ് ഞാനും. അദ്ദേഹം ജയിച്ചു വരണേ എന്നുള്ളൊരു കാര്യം. പക്ഷെ ഇപ്പം നമുക്കൊരു അബദ്ധം പറ്റിയായിട്ട് തോന്നുന്നില്ലേ നിങ്ങൾക്ക്? ഉണ്ടെങ്കിൽ ഉള്ളതുപോലെ ഇതിനകത്ത് കമൻ്റ് ഇടാം. പിന്നെ എന്താ പറയണ്ടേ, സുരേഷ് ഗോപി വന്നിട്ട് അത് പറഞ്ഞു, ഇത് പറഞ്ഞു, മറ്റേത് പറഞ്ഞു, ഇതൊക്കെ ആൾക്കാരങ്ങ് മറക്കും. ഈ ഇലക്ഷന് തൊട്ട് മുമ്പ് അല്ലെങ്കിൽ ഒരു 5 മാസം മുമ്പ് ഒരു വലിയൊരു പാലം പണിതു, അല്ലെങ്കിൽ 10 പേർക്ക് സഹായിച്ചു. പൊതുപ്രവർത്തനമായിട്ട് നിന്ന സമയത്തെ കാര്യം പറയണം. ഇപ്പോഴും ഉണ്ട്, പക്ഷെ ഞാൻ കുറച്ച് ആക്റ്റീവ് അല്ലെന്ന് മാത്രം. ഓക്കെ, ഞാനൊരു കാര്യം തുറന്നു പറയാം. ഈ ഇലക്ഷന് നിൽക്കുന്ന കുറേ ടീംസുകളുണ്ട്. തുറന്നടിച്ച് ഞാൻ പറയാമെന്ന് വെച്ചാൽ, ഭരണം കിട്ടിക്കഴിഞ്ഞ് 4.5 വർഷം വരെ നമ്മുടെ അടുത്താണെങ്കിലും നമ്മുടെ പാർട്ടിയിലുള്ളവരാണെങ്കിൽ പോലും ഇങ്ങനെ 4.5 വർഷം വരെ ഇരുന്ന് കണസ ഗുണസ ഒക്കെ കാട്ടിക്കൂട്ടി എന്തിന് തൊട്ടടുത്തൊരു മരിപ്പ് കാണുന്നാൽ പോലും പോകത്തില്ല. അങ്ങനെ കുറേ ടീംസിന് 4.5 വർഷം കഴിഞ്ഞ് ഇങ്ങോട്ട് വരും. 6 മാസം കുറേ TV, ഫ്രിഡ്ജ്, എന്തിന് പശുവിനെ കാണുമ്പോൾ എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വരുന്നുണ്ട്. എന്നിട്ടൊരു ഫോട്ടോ എടുക്കുക. ആ ഫോട്ടോ എടുത്തിട്ട് തമ്പലൈനും ഫോട്ടോ ഈ ക്യാപ്ഷനൊക്കെ എഴുതി മൊത്തം എഴുതി ഒരു എസ്സേ പോലെ എഴുതിയിട്ട് 2 ഫോട്ടോയും വെക്കും. അതിൻ്റെ അടുത്ത് കുറേ അന്തം ഫാൻസുകാർ വന്നിട്ട് ചേച്ചി കണ്ണ് നിറഞ്ഞ് അങ്ങനെ പറയുന്ന കുറേ ആൾക്കാരൊക്കെയാണ്. നമ്മളെപ്പോലുള്ള കുറേ മണ്ടന്മാർ ഇത് കണ്ട് വിശ്വസിച്ച് വോട്ട് കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ഒരുത്തി ഒട്ടായിരുന്നു നമ്മുടെ നാട്ടിൽ തന്നെ. ഇപ്പോൾ വീട്ടിൽ ഇരിപ്പുണ്ട് ചൊറിയും കുത്തി. ഓക്കെ, എന്തായാലും ഇടയ്ക്ക് അതൊന്ന് പറയണമെന്ന് തോന്നി. ചേച്ചി ഇത് കാണുവാണെങ്കിൽ ചിലപ്പം നമുക്കിട്ട് ഒരു കൊട്ട് തരും. ഇട്ടത്തിൽ ഞാൻ അതൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ശരിയായിട്ടുള്ളവരാണോ നമ്മുടെ നാടിന് വേണ്ടത് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. എന്നാലും സുരേഷ് ഗോപിയുടെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ ഇപ്പം നമുക്ക് ലജ്ജയാണ് സത്യമായിട്ടും. ഒന്നെങ്കിൽ പണി കളഞ്ഞിട്ട് പോവുക, അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ഇടുക. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്ബും ഒക്കെ ചെയ്യുക. ബൈ, ലവ് യു ഓൾ.